ഹായ് ഹലോ, അർഷയാണ് അബുദാബിയിൽ നിന്ന്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേമ്പാണ് കേട്ടോ. ചേമ്പ് ആദ്യം തന്നെ നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഒരു കുക്കറിൽ വേവാനായിട്ട് വെച്ചു. ചേമ്പ്, കാച്ചിൽ, ചേന, ചക്ക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ നമ്മുടെ അടിമാലിയിലാണ്. അവിടെ നമ്മുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഇത് സ്ഥിരമായിട്ടുണ്ടാവുമായിരുന്നു. ഇത് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ മീൻകറിയാണ്. ഇനി അതുകൊണ്ട് നമ്മുടെ ചേമ്പിൻ്റെ കൂടെ കഴിക്കാൻ. പക്ഷേ ചേമ്പ്, കാച്ചിൽ, ചേന ഇതൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നല്ലത് ഇങ്ങനെ മുളക് ചതച്ചെടുത്താണ്. മുളകും ഉള്ളിയും ഉപ്പും കൂടിയിട്ട് എനിക്ക് മിക്സിയിൽ ഇങ്ങനെ അടിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇടികല്ലിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈശ്വരോട് പറഞ്ഞു, വേഗം വന്ന് ഇതൊക്കെ ചതച്ച് തരാൻ പറഞ്ഞു. ഇതിനകത്ത് വേണ്ടത് ഉള്ളിയും പച്ചമുളകും പിന്നെ ലാസ്റ്റ് നമ്മൾ ഉപ്പ് ചേർക്കും. ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നിറയെ വെള്ളം വന്നോലെ എനിക്ക് അതിനകത്ത് തോന്നും. അങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല വെളിച്ചെണ്ണ തന്നെ വേണം. വേറെ ഏത് എണ്ണേനേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കാച്ചിലിനും ചേമ്പിനും എല്ലാ സാധനത്തിനും, ചെറുകിഴങ്ങിന് വരെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പൂ പോലെ വെന്ത ചേമ്പ്, സാധാരണ എല്ലാവരും ചേമ്പ് കഷ്ണങ്ങളായിട്ടാണ് കഴിക്കുക. പക്ഷെ ഞാൻ ഈ മീൻകറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതും മീൻകറിയും ഇതൊക്കെ കൂടി എടുത്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രീകുട്ടി ഒരു കഴിച്ചു നോക്കും മോനെ, ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയണ്ടേ. ഇവിടെ വന്നതിന് ശേഷം ഈ പിസയും ബർഗറും ഒക്കെയാണ് ഈ പെണ്ണിന് ഇഷ്ടം. എന്നിട്ടും അവക്കങ്ങും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു.